ഇപ്പോൾ ഒരുപാട് പേര് മഠത്തിലേക്ക് വരുന്നുണ്ട്, എന്നെ വന്ന് നേരിട്ട് കാണുന്നു, പ്രശ്നങ്ങൾ പറയുന്നു, അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അവർ വളരെ പോസിറ്റീവായിട്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് അവരുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായി എന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട്. വളരെയധികം സന്തോഷം. അപ്പൊ അങ്ങനെ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ഭഗവാന്റെ അടുത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എങ്ങനെ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റും, അത്രയും പവർഫുള്ളാണ് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും എന്ന് പറഞ്ഞാൽ. പൊയ്യാറ മഠത്തിൽ വന്നിട്ട് ആൾക്കാരുടെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു റിവാർഡാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് വരുന്നുണ്ട്. ഇത് എൻ്റെ മഠമാണ്, എൻ്റെ വീടാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ മഠത്തില് എല്ലാ ദിവസവും പൂജകളും എല്ലാ പ്രോസസ്സുകളും 2 നേരം നിവേദ്യം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ വരുന്ന ആൾക്കാർ പരമാവധി 10 മണിക്ക് ശേഷം, കാലത്ത് 10 മണിക്ക് ശേഷം വരിക. എല്ലാ സമയവും ഇവിടെ നട തുറന്നിരിക്കും. അപ്പോൾ 10 മണിക്ക് ശേഷം വന്നാൽ എന്നോട് കാണാൻ പറ്റും, എന്നോട് സംസാരിക്കാം, നമ്മൾക്ക് ഒരുമിച്ച് വിജയിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. വളരെ വലിയ ഒരു ജീവിത വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്നെ കണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ. ഇവിടെ പൂജകൾ ചെയ്തിരിക്കുന്ന, ഇവിടെ വഴിപാടുകൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവട്ടെ. അതിനു വേണ്ടി അതിശക്തമായിട്ട് പ്രവർത്തിക്കുക. അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് തീർക്കാം, എങ്ങനെ നമുക്ക് വിജയം നേടിയെടുക്കാം, എന്താണ് ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരെ ഞാൻ പരമാവധി മോട്ടിവേറ്റ് ചെയ്യേണ്ട ജീവിതമാണ്. നമ്മൾ ഫൈറ്റ് ചെയ്യണം. ജീവിതത്തിൽ നമ്മൾ വിജയിച്ചേ പറ്റൂ. തോൽക്കാൻ നമുക്കിനി പറ്റില്ല, ജയിച്ചേ പറ്റൂ. ഏത് വിധേനയും ജയിച്ചേ പറ്റൂ. നല്ല രീതിയിൽ നമുക്ക് ജീവിച്ചേ പറ്റൂ. നമ്മളൊരാളെ ഉപദ്രവിക്കാൻ നോക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ആരും ഉപദ്രവിക്കും വേണ്ട. നമുക്ക് ആരുടെയും വേറെ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട. നമുക്കും നമ്മുടെ കുടുംബത്തിനും മനസ്സമാധാനമായി സന്തോഷമായി ജീവിച്ചാൽ മതി. അതിന് സ്വാമിയുടെ അനുഗ്രഹം കിട്ടാനുള്ള എല്ലാ വഴികളും നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. അതിന് നമ്മൾ ഫൈറ്റ് ചെയ്യുക തന്നെ വേണം. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം. അങ്ങനെ ചെയ്താൽ നമ്മൾ വിജയിക്കും. 100% ഉറപ്പാണ്.